പണ്ട് ഈ സ്കൂളിൽ പോണ സമയത്തെ കുറേ പെറുക്കിയിട്ടും കുറേ എറിഞ്ഞൊക്കെ ചാടിച്ച് തിന്നിട്ടുള്ളൊരു സാധനമാണ് കേട്ടോ. വേറൊന്നുമല്ല അമ്പഴങ്ങ. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ബഡ് തൈകളൊക്കെ കിട്ടലൊടുത്തി. ചെറിയ ചെറിയ സൈസ് അമ്പഴങ്ങ. അപ്പോൾ വലിയ സൈസുള്ള കാണലേ ഇല്ല. ഇതിപ്പോൾ താത്താൻ്റെ പേരിലാട്ടോ. നേരെ വിട്ടു അങ്ങോട്ട്. ഇതൊക്കെ ഒന്ന് പറിച്ചെടുക്കണ്ടേ. കുട്ടികൾ അതിന് എന്തൊക്കെയോ പേര് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഓൾക്ക് ഇഷ്ടപ്പെട്ടിക്കണം. നമ്മൾ മാക്സിമം പറിച്ചെടുത്തു. കുറേ ഉപ്പും കൂട്ടി തിന്നു. പിന്നെ ഇപ്പം എന്ത് ചെയ്യും? എന്നാലേ കുറച്ച് അച്ചാറിട്ട് വെച്ചാലോ. സംഭവം അരിഞ്ഞെടുത്തിക്കണം കേട്ടോ. ഇനി നമുക്ക് അച്ചാറുണ്ടാക്കാം. ഈ അച്ചാറുണ്ടാക്കാൻ വലിയ പണിയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. ഒരു ചട്ടി അടുപ്പത്ത് വെക്കണം. ഉലുവ, കടുക് പൊട്ടിക്കണം. പിന്നെ വേപ്പിൻ്റെ ഇല, കുറച്ച് ചുവന്ന മുളക്, അത്രയും മതി. ഇതൊക്കെ ഒന്ന് പൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനിയാണ് നമ്മുടെ മെയിൻ ഐറ്റം ചേർക്കേണ്ടത് കേട്ടോ. അമ്പഴങ്ങ നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കാം. പിന്നെ ഒരു സ്പൂൺ അച്ചാറും പൊടി, സുർക്ക, പാകത്തിനുപ്പ്, ഇതൊക്കെ പാടക്കൂട്ടി മിക്സ് ആക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ ഒരു സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടി ആഡ് ചെയ്തു. കഴിഞ്ഞു, സംഭവം കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കാണാനൊരു ലുക്കില്ലെങ്കിലും സാധനം സെറ്റാട്ടോ. ഇത് മതി നമുക്ക് കഞ്ഞുടിക്കാം. വേറെ ഒരു കൂട്ടാൻ നമുക്ക് വേണ്ട. അപ്പോൾ ഇതാണ് എൻ്റെ അച്ചാർ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ കേട്ടോ.